രാജ്യത്തെ പൗരത്വ രേഖയിൽ തർക്കം തുടരുമ്പോഴാണ് കേരളത്തിൽ നേറ്റിവിറ്റി കാർഡുമായി പിണറായി സർക്കാർ എത്തുന്നത്. സ്വദേശിയെന്നും സ്ഥിരതാമസമുള്ളയാളെന്നും തെളിയിക്കാനുള്ള ആധികാരിക രേഖയായി ഇത് ഉപയോഗിക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ രാജ്യത്ത് പൗരത്വം തെളിയിക്കാനുള്ള അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരിക്കെ തീരുമാനത്തെ ചൊല്ലി വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇത് ഉപയോഗിക്കാനാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പൗരത്വ നിയമത്തിനെതിരായ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരോധം കൂടിയാണ് ഈ തീരുമാനം. എന്നാൽ പൗരത്വം തെളിയിക്കുന്നതിനുള്ള അംഗീകൃത രേഖയായി കേരളത്തിൻ്റെ നേറ്റിവിറ്റി കാർഡ് പരിഗണിക്കുമോ എന്നതാണ് ചോദ്യം. ഇക്കാര്യങ്ങളിലുൾപ്പെടെ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നിലവിൽ ഓരോ ആവശ്യങ്ങൾക്കായി പലതവണ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു. നിയമപ്രാബല്യത്തോടെ പുതിയ കാർഡ് വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. നിലവിൽ രാജ്യത്ത് പൗരത്വ നിയമം തെളിയിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. പൗരത്വ നിയമപ്രകാരം ദേശീയ പൗര രജിസ്റ്ററും ദേശീയ തിരിച്ചറിയൽ കാർഡും നടപ്പിലാക്കാൻ വ്യവസ്ഥയുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ അധികാര പരിധി മറികടന്ന് കേരളം നൽകുന്ന ഒരു കാർഡ് പൗരത്വത്തിൻ്റെ തെളിവായി എവിടെയെങ്കിലും അംഗീകരിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. കേരളത്തിലെ ലാൻഡ് റവന്യൂ മാനുവൽ പ്രകാരം ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് മാത്രമാണ് സാധാരണഗതിയിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഒരാൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം അയാൾ ഇന്ത്യൻ പൗരനാകണമെന്നില്ല. പൗരത്വത്തിന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള കർശനമായ നിബന്ധനകൾ പാലിക്കാതെ സംസ്ഥാനം നൽകുന്ന കാർഡുകൾ കേന്ദ്ര ഏജൻസികളോ കോടതികളോ അംഗീകരിക്കില്ല. ആധാർ കാർഡ് പോലും പൗരത്വത്തിന്റെ തെളിവല്ലെന്ന് രേഖപ്പെടുത്തിയിരിക്കെ കേരളത്തിന്റെ നേറ്റിവിറ്റി കാർഡിന് പൗരത്വം തെളിയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണെന്നും വിമർശനമുയരുന്നുണ്ട്. അവ്യക്തതകൾക്കിടയിലും നേറ്റിവിറ്റി കാർഡിന് നിയമസാധുത നൽകുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾ റവന്യൂ വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമനിർമ്മാണം നടത്താനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.